എല്ലാവർക്കും ഷാനിംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ടേബിളിലത്തെ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസിലത്തെ വാല്യൂസ് എഡിറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ? അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ക്വരീസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ക്വറി എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനി ഇന്ന് നമ്മുടെ SQL ലാസ്റ്റ് ഡേ ആണ്. ഓക്കെ, 7 ദിവസത്തെ ക്ലാസ് മാത്രമേ SQL ഇത് ഞാൻ ഒരു സാമ്പിൾ ഒരു ടേബിളിൻ്റെ ഇത് ഞാൻ ചെയ്ത് കാണിച്ചതെന്നേ ഉള്ളൂ. ബാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, വേറൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ കാണിച്ചത് അതേപടി കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ തനിയെ ചെയ്യാനായിട്ട് നോക്കാം. മനസ്സിലായോ? അപ്പം നമ്മൾ ഇത്രയും നാൾ ഓരോരോ ക്വരീസ് ഓരോരോ വീഡിയോസിൽ ചെയ്തിരുന്നു. ഇന്നിനൊരു ബാലൻസ് ഒരു 3 ക്വറിയും കൂടി ഉണ്ട്. ഓക്കെ, ഡിലീറ്റ്, ട്രങ്കേറ്റ്, ഡ്രോപ്പ്, ഈ 3 കൂടി ഒറ്റ വീഡിയോയിലാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല അതിൽ. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡിലീറ്റ് ക്വറി ആയിരിക്കും. എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പം രജിസ്റ്റർ എന്ന് പറഞ്ഞ ടേബിൾ എടുക്കട്ടെ. ഇതല്ലേ ടേബിള്. ഇതിൽ എനിക്ക് ഒരു എംപ്ലോയിനെ മാത്രം ഡിലീറ്റ് ചെയ്യണം. ഒരു എംപ്ലോയിയുടെ എല്ലാ ഡീറ്റെയിൽസും മാത്രം ഡിലീറ്റ് ചെയ്യണം. ഈ ഡെമോ എന്ന് ഉള്ളത് എനിക്ക് ഡിലീറ്റ് ചെയ്യണം. ഒരാളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിലീറ്റ് ക്വറി യൂസ് ചെയ്യണത്. എങ്ങനെ? ഡിലീറ്റ് ഫ്രം ടേബിളിന്റെ പേര് കൊടുക്കുക. രജിസ്റ്റർ ടു അല്ലേ? രജിസ്റ്റർ ടു വേർ ഈ കണ്ടീഷൻ കൊടുക്കുക. അതിന് നമുക്കൊരു ID ഉണ്ടാവും, ID 3 അല്ലേ? ID വേണ്ട, ID ഇല്ല ഇതിന്. ഇത് ഓൾറെഡി അതിന് വരുന്ന സീരിയൽ നമ്പറാണ്. ഇതിനിപ്പം നെയിം ഉണ്ടല്ലേ? അപ്പൊ വേർ സ്റ്റുഡൻറ്, നമ്മൾ സാധാരണ ഏത് ടേബിൾ ഉണ്ടെങ്കിലും അതിനൊരു ID ഉണ്ടായിരിക്കും. ഓക്കെ, ഈ സീരിയൽ നമ്പർ അല്ലാതെ ഇപ്പുറത്ത് കിടക്കുന്ന സീരിയൽ നമ്പർ അല്ലാതെ ഇപ്പുറത്ത് നമ്മളൊരു ID കൊടുക്കും. ഇതിന് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ വേർ സ്റ്റുഡൻറ് നെയിം ഈക്വൽ ടു ഡെമോ. സ്റ്റുഡൻറ് നെയിം ഡെമോ ആയിട്ടുള്ള ആളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഡിലീറ്റ് ചെയ്യാനാണ് ഈ ക്വറി പറയണത്. ഇത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ 1 റോ എഫക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് കണ്ടോ? ഡെമോ പോയത് കണ്ടോ? ഓക്കെ, അതല്ല, എനിക്കിപ്പോ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഡിലീറ്റ് ഫ്രം രജിസ്റ്റർ എന്ന് മാത്രം ഞാൻ കൊടുക്കണം കേട്ടോ. അപ്പൊ എന്താ ഉണ്ടാവണേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഡിലീറ്റ് ഫ്രം രജിസ്റ്റർ ടു 3 റോസ് എഫക്റ്റഡ്. നമ്മൾ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇല്ലല്ലോ? കണ്ടോ? ഒറ്റ വാല്യൂസ് ഇല്ല ഇതില്. കാരണം എന്താ? നമ്മളിവിടെ കണ്ടീഷൻ കൊടുത്തില്ല. ഡിലീറ്റ് ഫ്രം രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം ഡിലീറ്റ് ആവും. പക്ഷെ ആ ടേബിൾ അവിടെ കിടപ്പുണ്ടാവും. കണ്ടോ? വാല്യൂസ് എല്ലാം ഡിലീറ്റ് ആയപ്പോൾ പക്ഷെ ടേബിൾ അവിടെ കിടപ്പുണ്ടായിരിക്കും. ക്ലിയർ ആയോ? ഇതിലത്തെ വാല്യൂസ് ഒക്കെ പോവും, ടേബിൾ അവിടെ ഉണ്ടായിരിക്കും. എപ്പോൾ? ടേബിളിന്റെ സ്ട്രക്ചർ അവിടെ തന്നെ ഉണ്ടായിരിക്കും നമ്മൾ ഡിലീറ്റ് കൊടുക്കുമ്പോൾ. ഓക്കെ, ഒരു പെർട്ടിക്കുലർ റോ മാത്രം ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് ഫ്രം രജിസ്റ്റർ വേർ സ്റ്റുഡൻറ് നെയിം ഈക്വൽ ടു ആ യുണീക്ക് ആയിട്ടുള്ള കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, ഇതാണ് ഡിലീറ്റ് ക്വറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു മിനിറ്റ്, ഞാൻ ആ ടേബിൾ ഒന്നുകൂടെ കോപ്പി ചെയ്ത് വെക്കട്ടെ. രജിസ്റ്റർ 3 എന്ന് പറഞ്ഞിട്ട് പുതിയ ടേബിളിലോട്ട് അതൊന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, സെലക്ട് സ്റ്റാർ ഫ്രം രജിസ്റ്റർ 3. ഈ 3 വാല്യൂസ് ഉള്ള ടേബിൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ട്രങ്കേറ്റ് ക്വറിയാണ്. ട്രങ്കേറ്റ് ക്വറി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ട്രങ്കേറ്റ് ക്വറി എന്ന് പറയുകയാണെങ്കിൽ ട്രങ്കേറ്റ് ടേബിളിന്റെ പേര് കൊടുക്കാം. ഇപ്പൊ ഞാൻ രജിസ്റ്റർ 3 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ എന്താ ഉണ്ടാവണേ നമുക്ക് നോക്കാം. അപ്പോൾ കമാൻഡ്സ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു. ഇനി ഞാൻ ആ ടേബിൾ ഒന്ന് വ്യൂ ചെയ്തിട്ട് നോക്കാം. അപ്പോഴും കംപ്ലീറ്റ് റോ ഡിലീറ്റ് ആയിപ്പോ. ഓക്കെ, കംപ്ലീറ്റ് ഡാറ്റാസും ഡിലീറ്റ് ആയിപ്പോയി. ക്ലിയർ ആയോ? ഇതാണ് ഡിലീറ്റിന്റെ ഈ ഒരു കമാൻഡും ട്രങ്കേറ്റിന്റെയും ഏകദേശം സെയിം എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ട്രങ്കേറ്റ്. അത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. ട്രങ്കേറ്റ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ ഡിലീറ്റ് വെച്ചപ്പോഴും ട്രങ്കേറ്റ് വെച്ചപ്പോഴും എന്താണ്? സ്ട്രക്ചർ അവിടെ കിടക്കുന്നുണ്ട്,
പക്ഷെ ഡാറ്റാസ് ഒക്കെ പോയി. എനിക്ക് സ്ട്രക്ചർ അടക്കം ടേബിൾ മുഴുവൻ പോകണം. അതിന് ഞാൻ എന്ത് ചെയ്യും? അതിന് ഞാൻ ഡ്രോപ്പ് എന്ന് കൊടുക്കണം. ഡ്രോപ്പ് ടേബിൾ. ആ ടേബിളിന്റെ പേരെന്താ? രജിസ്റ്റർ 3 അല്ലേ? രജിസ്റ്റർ 3 എന്ന് കൊടുത്തു. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ കമാൻഡ്സ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വെച്ചാൽ ആ ടേബിൾ മുഴുവൻ പോയി, സ്ട്രക്ചർ അടക്കം മുഴുവൻ പോയി. ഓക്കെ, ഇപ്പൊ ഞാനതൊന്ന് വ്യൂ ചെയ്യിപ്പിച്ച് നോക്കട്ടെ. അപ്പൊ എറർ വരും. കണ്ടോ? ഇൻവാലിഡ് ഒബ്ജക്ട് നെയിം രജിസ്റ്റർ 3. കാരണം എന്താ? അങ്ങനെ ഒരു ടേബിള് അവിടെ ഇല്ല. നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്യാന്ന് വെച്ചാൽ ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് കളയാന്ന് അർത്ഥം. ഡിലീറ്റ് അല്ലെങ്കിൽ ട്രങ്കേറ്റ് ആണെങ്കിൽ എന്താ? ടേബിളിനുള്ളിലത്തെ ഫീൽഡുകൾ കളയാന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പൊ ഞാൻ ഡ്രോപ്പ് ടേബിൾ രജിസ്റ്റർ കൊടുക്കണം കേട്ടോ. കമാൻഡ്സ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. ഇനി ഞാനിപ്പോ എന്താണ്? സെലക്ട് സ്റ്റാർ ഫ്രം രജിസ്റ്റർ എന്ന് കൊടുക്കണം. സ്പെല്ലിംഗ് മാറിപ്പോയോ? രജിസ്റ്റർ. എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ എന്താണ്? ഇൻവാലിഡ് ഒബ്ജക്ട് നെയിം. കാരണം എന്താ? നമ്മൾ ആ ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഡിലീറ്റും ട്രങ്കേറ്റും എന്തിനാണ്? ആ ടേബിളിനുള്ളിലത്തെ വാല്യൂസ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളയാനാണ്. ഓക്കെ, ഡിലീറ്റിൽ നമുക്ക് ഡിലീറ്റ് ആണെങ്കിൽ സിംഗിൾ ആയിട്ട് വാല്യൂസ് റിമൂവ് ചെയ്യാൻ പറ്റും. വേർ കണ്ടീഷൻ വെക്കുകയാണെങ്കിൽ സിംഗിൾ യൂസറിന്റെ വാല്യൂ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡ്രോപ്പ് ടേബിൾ ആണെങ്കിലോ ആ ടേബിളിന്റെ സ്ട്രക്ചർ അടക്കം കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആവാനുള്ളതാണ് എന്ത്? ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വറി. ക്ലിയർ ആയോ? അപ്പൊ ഇത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, ഓരോ ഫീൽഡ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്നുള്ളതൊക്കെ മനസ്സിലായി. ടേബിൾ എങ്ങനെ ഡ്രോപ്പ് ചെയ്യാന്നുള്ളതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താക്കാം? ഈ ക്വറി ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട്. ഇതിന്റെ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക. കോപ്പി പേസ്റ്റ് ചെയ്യരുത്, നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ പറഞ്ഞു തരുന്നതിന് ഒപ്പം തന്നെ പാരലലി ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് വേറൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, വേറൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് വേറെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നമ്മുടെ SQL ചാപ്റ്റർ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ അടുത്തൊരു മൊഡ്യൂളിലോട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ SQL കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം, വാട്സാപ്പ് ചെയ്യാം, കമൻറ്റിൽ ചോദിക്കുക. കമൻറ്റ് ചോദിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ നോക്കുക. കാരണം ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വരുമ്പോൾ കമൻറ്റ് എന്തായാലും ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പഠിക്കുക, കേട്ടാൽ മാത്രം പോരാ, പഠിക്കുക. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾ വീഡിയോ വെറുതെ ഇരുന്ന് കാണരുത്. വെറുതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ കാണണ്ട, അങ്ങനെ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ? കാണാം, പഠിക്കാം. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ വേറൊരു മൊഡ്യൂളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.